എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മേ ആൻഡ് മൈറ്റ് ഇത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മൾ സാധാരണ ഒരു പോസിബിലിറ്റി, ഒരു സാധ്യതയെക്കുറിച്ച് പറയാൻ മേയും മൈറ്റും യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, ഇന്ന് വൈകിട്ട് മഴ പെയ്തേക്കാം. അതെങ്ങനെ പറയും? It may rain this evening. It may rain this evening എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് മഴ പെയ്തേക്കാം എന്നാണ്. ഇത് തന്നെ നമുക്ക് it might rain this evening എന്ന് പറയാം. It might rain this evening എന്ന് പറഞ്ഞാലും ഇന്ന് വൈകിട്ട് മഴ പെയ്തേക്കാം എന്നാണ് മീനിങ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുറച്ചും കൂടി സാധ്യത കൂടുതലുള്ളപ്പോൾ അവിടെ മേ യൂസ് ചെയ്യുക, സാധ്യത കുറവുള്ളപ്പോൾ മൈറ്റ് യൂസ് ചെയ്യുക. ഇനി അവൻ അടുത്ത ആഴ്ച വന്നേക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി മേ കം നെക്സ്റ്റ് വീക്ക്. ഹി മേ കം നെക്സ്റ്റ് വീക്ക്. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച. സോ ഹി മേ കം നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അവൻ അടുത്ത ആഴ്ച വന്നേക്കാം എന്നാണ്. ഇവിടെ തന്നെ മേയ്ക്ക് പകരം മൈറ്റും യൂസ് ചെയ്യാം, പക്ഷെ സാധ്യത കുറവുള്ളപ്പോഴാണ്. ഹി മൈറ്റ് കം നെക്സ്റ്റ് വീക്ക്. ഇതിൻ്റെ മീനിങ് അവൻ അടുത്ത ആഴ്ച വന്നേക്കാം എന്നാണ്, പക്ഷെ സാധ്യത കുറച്ചും കൂടി കുറവാണ്. ഇനി ഇത് തന്നെ നമുക്ക് നെഗറ്റീവാക്കി പറയണം. അതായത് അവൻ അടുത്ത ആഴ്ച നമ്മളെ സന്ദർശിക്കാൻ ഇടയില്ല, അല്ലെങ്കിൽ അവൻ നമ്മളെ അടുത്ത ആഴ്ച സന്ദർശിക്കുകയില്ലായിരിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി മേ നോട്ട് വിസിറ്റ് അസ് നെക്സ്റ്റ് വീക്ക്. ഹി മേ നോട്ട് വിസിറ്റ് അസ് നെക്സ്റ്റ് വീക്ക്. മേ നോട്ട് വിസിറ്റ് അസ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുകയില്ലായിരിക്കാം എന്നാണ്. വിസിറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക എന്നാണ് മീനിങ്. സോ അവൻ അടുത്ത ആഴ്ച നമ്മളെ സന്ദർശിക്കുകയില്ലായിരിക്കാം എന്നെങ്ങനെ പറയും? ഹി മേ നോട്ട് വിസിറ്റ് അസ് നെക്സ്റ്റ് വീക്ക്. ഇനി നമ്മൾ സാധാരണ പെർമിഷൻ ചോദിക്കുമ്പം, അതായത് അനുവാദം ചോദിക്കുമ്പം നമ്മൾ മേ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? മേ ഐ കം ഇൻ. മേ ഐ കം ഇൻ. കം ഇൻ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വരിക എന്നാണ്. സോ ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്നെങ്ങനെ ചോദിക്കും? മേ ഐ കം ഇൻ. മേ ഐ കം ഇൻ. ഇതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ പേനയില്ല, അപ്പം നമ്മളൊരു ഓഫീസിൽ ചെന്ന് കഴിയുമ്പം ഞാൻ നിങ്ങളുടെ പേനയൊന്ന് ഉപയോഗിച്ചോട്ടെ. അതെങ്ങനെ ചോദിക്കും? മേ ഐ യൂസ് യുവർ പെൻ. മേ ഐ യൂസ് യുവർ പെൻ. യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നാണ്. സോ ഞാൻ നിങ്ങളുടെ പേനയൊന്ന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കാനാണ് മേ ഐ യൂസ് യുവർ പെൻ. ഇനി പെർമിഷൻ കൊടുക്കാനും നമ്മൾ മേ യൂസ് ചെയ്യാറുണ്ട്. അതായത് നിനക്ക് പോകാം എന്ന് പറയണം. അതെങ്ങനെ പറയും? യു മേ ഗോ. യു മേ ഗോ എന്ന് പറഞ്ഞാൽ നിനക്ക് പോകാം എന്നാണ്. യു മേ ഗോ. ഇനി നിനക്ക് എൻ്റെ പേന കൊണ്ട് എഴുതാം എന്ന് പറയണം. അതെങ്ങനെ പറയും? യു മേ റൈറ്റ് വിത്ത് മൈ പെൻ. യു മേ റൈറ്റ് വിത്ത് മൈ പെൻ. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാണ്. സോ യു മേ റൈറ്റ് വിത്ത് മൈ പെൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എൻ്റെ പേന കൊണ്ട് എഴുതാം എന്നാണ് മീനിങ്. യു മേ റൈറ്റ് വിത്ത് മൈ പെൻ. ഇനി മേ യൂസ് ചെയ്യുന്ന അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യുവാണ്, അപ്പം നമുക്ക് ഒത്തിരി സന്തോഷമാകുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതെങ്ങനെ പറയും? മേ ഗോഡ് ബ്ലെസ് യു. മേ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. ബ്ലെസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക. സോ മേ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് മീനിങ്. ഇനി ഒരു പാസ്റ്റ് പോസിബിലിറ്റിയെക്കുറിച്ച് പറയാൻ, അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്, അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ പറയുമല്ലേ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം ഫ്രണ്ട് ബസ്സിലാണ് വരുന്നത്, പക്ഷെ കുറേ നേരമായിട്ട് കാണുന്നില്ല. അപ്പം നിങ്ങൾ പറയത്തില്ലേ, അവന് ബസ് മിസ്സായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു സാധ്യതയാണ്, പാസ്റ്റ് പോസിബിലിറ്റി ആണല്ലേ. അപ്പം അവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഹി മൈറ്റ് ഹാവ് മിസ്ഡ് ദ ബസ്. ഹി മൈറ്റ് ഹാവ് മിസ്ഡ് ദ ബസ്. മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം മിസ്ഡ് മിസ്ഡ് ആണ് അല്ലേ, അതിലെ V3 ഫോമാണ് മിസ്ഡ്. അതാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഹി മൈറ്റ് ഹാവ് മിസ്ഡ് ദ ബസ്. ഇവിടെ മൈറ്റ് ഹാവിന് പകരം നമുക്ക് മേ ഹാവും യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി നല്ലത് മൈറ്റ് ഹാവ് യൂസ് ചെയ്യുന്നതാണ്. ഹി മൈറ്റ് ഹാവ് മിസ്ഡ് ദ ബസ്.
ഇവിടെ മൈറ്റ് ഹാവ് എന്ന് പറയുന്നത് കൊണ്ട് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. സോ എപ്പോഴും ഓർക്കുക, മൈറ്റ് ഹാവ് കഴിഞ്ഞ് അല്ലെങ്കിൽ മേ ഹാവ് കഴിഞ്ഞ് V3 ഫോം ഓഫ് ദ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഇനി നമുക്ക് പറയണം അവൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതും പാസ്റ്റിലെ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അവിടെയും മൈറ്റ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം പോവുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഗോയാണ്. ഗോ വെൻറ്റ് ഗോൺ ആണ്. അപ്പം V3 ഫോം ഗോൺ ആണ്. സോ ഹി മൈറ്റ് ഹാവ് ഗോൺ ദർ ലാസ്റ്റ് വീക്ക്. ഹി മൈറ്റ് ഹാവ് ഗോൺ ദർ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അവൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയിട്ടുണ്ടായിരിക്കും എന്നാണ് മീനിങ്. ഇനി നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, അതായത് എനിക്ക് ലീവ് കിട്ടിയാൽ ഞങ്ങൾ അവധിക്ക് പോയേക്കാം. അപ്പം ഇത് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണല്ലേ. അപ്പം അവിടെയും മൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് പറയേണ്ടത് എനിക്ക് ലീവ് കിട്ടിയാൽ ഞങ്ങൾ അവധിക്ക് പോയേക്കാം എന്നാണ്. സോ അതെങ്ങനെ പറയും? എനിക്ക് അവധി കിട്ടിയാൽ എന്ന് പറയാം ഇഫ് ഐ ഗെറ്റ് ലീവ് we might go on a vacation. We might go on a vacation എന്ന് പറഞ്ഞാൽ എനിക്ക് ലീവ് കിട്ടിയാൽ ഞങ്ങൾ അവധിക്ക് പോയേക്കാം. അതായത് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സോ അവിടെയും നമ്മൾ മൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇഫ് ഐ ഗെറ്റ് ലീവ് we might go on a vacation. ഇനി ഒരു എക്സാമ്പിളോട് പറയാം. എനിക്ക് ലോൺ അനുവദിച്ചാൽ ഞങ്ങൾ ഒരു പുതിയ കാറ് വാങ്ങിയേക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇവിടെയും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണല്ലേ. അതുകൊണ്ട് തന്നെ മൈറ്റ് യൂസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് പറയേണ്ടത് എനിക്ക് ലോൺ സാങ്ഷൻ ആയാൽ എന്നാണ്. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അനുമതി നൽകുക എന്നാണ് മീനിങ്. സോ ഇതെങ്ങനെ പറയും? എനിക്ക് എൻ്റെ ലോൺ അനുവദിച്ചാൽ ഞാനൊരു പുതിയ കാറ് വാങ്ങിയേക്കാം. ഇഫ് മൈ ലോൺ ഗെറ്റ് സാങ്ഷൻഡ് ഐ മൈറ്റ് ബൈ എ ന്യൂ കാർ. ഇഫ് മൈ ലോൺ ഗെറ്റ് സാങ്ഷൻഡ് ഐ മൈറ്റ് ബൈ എ ന്യൂ കാർ. ഇഫ് മൈ ലോൺ ഗെറ്റ് സാങ്ഷൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലോൺ അനുവദിച്ചാൽ എന്നുള്ള മീനിങ് ആണ്. ഐ മൈറ്റ് ബൈ എ ന്യൂ കാർ എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ കാറ് വാങ്ങിയേക്കാം എന്നാണ് മീനിങ്. സോ മേ ആൻഡ് മൈറ്റിൻ്റെ യൂസേജ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.